സോ അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ദ ചാനൽ. സോ അങ്ങനെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഫേസിൻ്റെ ഫിക്സ്റ്റേഴ്സൊക്കെ ഡ്രോ കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട്. ആൻഡ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന പോർട്ട് 1 കുറച്ച് ടീംസിൻ്റെ റിവ്യൂ ആണ്. ആൻഡ് ലൈക്ക് വിച്ച് ഓഫ് ദ ടീംസ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഏത് ടീമിനാണ് ടഫ് ആയിട്ടുള്ള ഫിക്സ്റ്റേഴ്സ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ആദ്യം ഞാൻ നോക്കുന്ന ടീം ബാർസലോണയാണ്. ആൻഡ് ഈ പ്രാവശ്യത്തെ സ്ക്രിപ്റ്റ് ഐ ജെനുവിൻലി തിങ്ക് ഇവർ UEFA ഇപ്പം ഈ കംപ്ലീറ്റ്ലി സിസ്റ്റം മാറ്റിയിട്ടുള്ളത്, അതായത് പണ്ടത്തെ ഓരോ ടീമിനും നറുക്കിട്ടെടുക്കുന്ന ആ ഒരു സിസ്റ്റം മാറ്റിയിട്ട് ഇപ്പോൾ ഈ മെഷീൻ സിസ്റ്റം ആക്കി കൊണ്ടുവന്നിട്ടുള്ളത്. ലൈക്ക് അവർക്ക് ഓരോ സീസൺ അനുസരിച്ച് ഓരോ കളി നൈസായിട്ട് മാറ്റി ലൈക്ക് റവന്യൂ കൂട്ടാനുള്ള പരിപാടി തന്നെയാണ്. അത് തന്നെയാണ് അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ ഒരു ഐഡിയോളജി. അതായത് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊരു കംപ്ലീറ്റ് ബിസിനസ്സാണ്. അപ്പോൾ ഇതിലേക്ക് മാക്സിമം പൈസ അടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ് UEFAൻ്റെ ലക്ഷ്യം. അതിൻ്റെ ക്ലിയർ ഒരു പിക്ചറാണ് ഇപ്പോൾ 2-3 സീസണായിട്ട് ഈ ഫോർമാറ്റ് മാറ്റി പുതിയൊരു ഫോർമാറ്റ്, കുറച്ചുകൂടി എൻ്റർടൈനിങ് ഫോർമാറ്റാണ് അത് ഈ ഫോർമാറ്റ്. പക്ഷേ ഇതിൽ ഉള്ള കുറേ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ ഫിക്സേഴ്സ്, അതായത് നമ്മൾ ഓൾമോസ്റ്റ് ഉറപ്പാണ് ബാർസ PSG കളി ഓൾമോസ്റ്റ് ഉറപ്പാണ്. അതുപോലെ റയൽ ആർസണൽ കളി ഏകദേശം ഒക്കെ ഒരു 50% വരെ ഏതൊരു ആൾക്കും ഈ UEFA അറിയുന്ന ഒരാൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന കളികളായിരുന്നു. സോ കഴിഞ്ഞ സീസൺ വരെ അവർക്ക് ഏറ്റവും കൂടുതൽ ഒരു ജൈജാൻറ്റിക് കളി എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു 5 സീസണോളം റയൽ മാഡ്രിഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ഗാഡിയോള പോയതോടുകൂടി ഇപ്പോൾ ആ മാൻ സിറ്റിൻ്റെ പകുതിയോളം പ്ലേയേഴ്സ് ആ ലൈക്ക് പ്രൈം സിറ്റിയിലുണ്ടായിരുന്ന മെയിൻ സിറ്റി സ്ക്വാഡിലുള്ള വെറ്ററൻസ് എല്ലാം പോയപ്പോൾ ഇപ്പോൾ കളി മാറ്റി കളിച്ചവർ ഇപ്പോൾ പ്രീമിയർ ലീഗിൽ കറൻ്റ്ലി ടോപ്പ് നിൽക്കുന്ന ടീം ആർസണൽ വേഴ്സസ് റയൽ മാഡ്രിഡ് ആക്കിയിട്ടുണ്ട് ഈ സീസണിൽ. അതുപോലെ തന്നെ ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽ മാഡ്രിഡ് എന്ന പശുവിനെ കറന്ന് അതിൻ്റെ കറവ് മാറ്റിയപ്പോൾ അടുത്ത ഇനി UEFA കറക്കാൻ തുടങ്ങുന്ന ഒരു പശുവാണോ ബാർസ വേഴ്സസ് PSG എന്നുള്ള ഇത് എനിക്കൊരു സംശയമുണ്ട്. കാരണം ബാർസ വേഴ്സസ് PSG നമുക്കൊരു ഫുട്ബോൾ ആരാധകൻ എന്ന നിലയിൽ ദി ബെസ്റ്റ് ഗെയിമാണ്. ഈ ചാമ്പ്യൻസ് ലീഗ് സീസണിലെ ഏറ്റവും ടോപ്പ് കളി ബാർസ വേഴ്സസ് PSG ആണ്, ഗ്രൂപ്പ് സ്റ്റേജ് ലീഗ് ഫേസിലെ. സോ ആ കളിയിൽ UEFA മാക്സിമം പൈസ അടിച്ചത്, കാരണം അത്രയും വ്യൂവേഴ്സ് ഉണ്ടാവും ആ കളിക്ക്. കാരണം രണ്ട് ടീമും അതായത് ഇപ്പോൾ റെഡ് ഹോട്ടായിട്ട് നിൽക്കുന്ന രണ്ട് ടീമുകളാണ് ബാർസയും PSG. സോ ആ കളിക്ക് നല്ല പൈസ അടിച്ചെടുക്കാൻ പറ്റുന്ന ഇവർക്കറിയാം. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ആ ഫിക്സറും വരുത്തുന്നത്. സോ ഫസ്റ്റ് ഞാൻ നോക്കുവാണെങ്കിൽ ബാർസേൻ്റെ ഫിക്സേഴ്സ് നോക്കാം. മാഞ്ചസ്റ്റർ സിറ്റി, PSG, ആസ്റ്റൺ വില്ല, സ്പോർട്ടിങ്, ഫെയനോർഡ്, ഗാലറ്റാസറായ്, കോമോ ആൻഡ് സാബ ഈ ടീമുകളാണ്. ആൻഡ് പോർട്ട് 1 മാഞ്ചസ്റ്റർ സിറ്റിയും പാരീസ് സാൻ ജർമാനും. ഇതിൽ ബാർസക്ക് എനിക്ക് തോന്നിയിട്ടുള്ള കഴിഞ്ഞ ഒരു 3 സീസണിൽ ഈ പുതിയ ഫോർമാറ്റ് തുടങ്ങിയിട്ടുള്ള 3 സീസണിൽ ബാർസക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ടഫസ്റ്റ് ഫിക്സ്റ്റേഴ്സാണ് ഈ ഫിക്സ്റ്റർ. കാരണം ബാർസ കളിക്കുന്ന ടീമുകളെ നോക്കണം. PSG 2 ടൈം ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ലീഗ് ചാമ്പ്യൻസ്, അടുത്ത ചാമ്പ്യൻസ് ലീഗ് അടിക്കാനും കൂടി ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ടീം. പിന്നെയുള്ളത് സിറ്റിനായിട്ടുള്ള കളി ഞാൻ അത്ര വലിയ പേടിക്കുന്നില്ലാത്തൊരു കളിയാണ്. കാരണം സിറ്റിനായിട്ടുള്ള കളി ഓൾമോസ്റ്റ് എല്ലാവരും സിറ്റിയിൽ ഇറങ്ങി. സിറ്റി ഇപ്പോൾ ഒരു ട്രാൻസിഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ടീമാണ്. പുതിയ പ്ലേയേഴ്സ്, പുതിയ കോച്ച്, അതിൽ വരുമ്പോൾ പിന്നെ അതൊരു ഹോം ഗെയിമാണ്. സോ അത് ബാർസക്ക് അടിക്കാൻ പറ്റും. അതിനുള്ള എന്തുകൊണ്ട് കറൻ്റ്ലി ഇപ്പോൾ സിറ്റിനേക്കാളും ബെറ്റർ ടീം ബാർസലോണയാണ്. ആൻഡ് നെക്സ്റ്റ് ഗെയിം ആയിട്ടുള്ള PSG വേഴ്സസ് ബാർസലോണയാണ് ഞാൻ പറയാലോ ഈ സീസണിലെ ബെസ്റ്റ് യുഎഫയിലെ ഈ സീസണിലെ ബെസ്റ്റ് ലീഗ് ഫേസ് ഗെയിം ബാർസലോണ വേഴ്സസ് PSG ആണ്. ബിക്കോസ് ഈ കളിയിൽ ഉണ്ടാവാൻ പോകുന്ന ഫുട്ബോള് മീൻസ് ഫുട്ബോളിങ്, അറ്റാക്കിംഗ് ആയാലും ഡിഫെൻഡിങ് ആയാലും അതിലുണ്ടാക്കാൻ പോകുന്ന ഡൈനാമിക്സ് ആയാലും അത് ക്ലബ് ഫുട്ബോളിൻ്റെ ഏറ്റവും പീക്ക് ലെവൽ കൊണ്ടുവന്ന കളിയായിരിക്കും ബാർസ വേഴ്സസ് PSG. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാം. ലൈക്ക്
അങ്ങനത്തെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കളിയാണ്. ബിക്കോസ് രണ്ട് ടീമും അറ്റാക്കിങ്ങിൽ അത്രയും ടോപ്പ് ടീമുകളാണ്. ആൻഡ് ഓൾസോ രണ്ട് ടീമിന്റെ മെയിൻ ഹൈലൈറ്റ്, രണ്ട് ടീമിന് സ്ട്രൈക്കേഴ്സ് വെച്ചിട്ട് കളിക്കാൻ പോകുന്ന ടീമല്ല. ബാർസ ഈ സീസൺ മുതൽ ഇനി സ്ട്രൈക്കറെ വെച്ചിട്ടല്ല കളിക്കുന്നത്. ആൻഡ് ഓൾസോ PSG സ്ട്രൈക്കറെ വെച്ചിട്ടല്ല കളിക്കുന്നത്. പിന്നെയുള്ളത് ആസ്റ്റൺ വില്ലയാണ്. ആസ്റ്റൺ വില്ലേനെ പോട്ട് 2 എന്നാണ് ആസ്റ്റൺ വില്ലയും സ്പോർട്ടിങ്ങും. അതിൽ ആസ്റ്റൺ വില്ലേന്റെ എനിക്ക് തോന്നുന്നു ഹോം ഗെയിം ആണ് ബാർസക്ക്. ഐ തിങ്ക് ആസ്റ്റൺ വില്ലേനെ ഈ കറണ്ട് സീസണിൽ ബാർസക്ക് ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു ടീമാണ്. കഴിഞ്ഞ സീസൺ വരെ ആണെങ്കിൽ ഞാൻ പറയില്ലായിരുന്നത്. പക്ഷേ കഴിഞ്ഞ യൂറോപ്പ ലീഗ് ജയിച്ചതോടുകൂടി ആസ്റ്റൺ വില്ല 6 പ്ലെയേഴ്സിനെ അങ്ങനെ വിറ്റിട്ടുണ്ട് ടോട്ടലി. അവരെ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ ഉണ്ടായ കഴിഞ്ഞ സീസണിൽ 6 പ്ലെയേഴ്സിനെ വിറ്റിട്ടുണ്ട്. സോ ഓലെ വാട്കിൻസും കൂടി പോയ 7 പ്ലെയർ ആവും തോന്നുന്നു. സോ അതുകൊണ്ട് ആസ്റ്റൺ വില്ലിന് ഒരു ട്രാൻസിഷനിൽ പ്ലെയേഴ്സിന്റെ സെക്ഷൻ ഇതിൽ ഒരു ട്രാൻസിഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. സോ അത് ക്യാമ്പ് ന്യൂവിൽ നടക്കുന്ന കളിയിൽ ഓൾമോസ്റ്റ് അടിക്കാൻ പറ്റും. ബട്ട് PSG-നായിട്ട് എവേയും കൂടിയാണ് ഒരു കളി. എൻ്റെ ഞങ്ങൾക്ക് 100% അല്ലെങ്കിൽ ഒരു 90% ഉറപ്പുണ്ട് ഫെറാൻ ടോറസ് വന്നിട്ട് ഒരു ഗോൾ അടിക്കും. ആ കള്ളപ്പന്നി വന്നിട്ട് ഒരു ഗോൾ അടിക്കും, ഉറപ്പാ. കാരണം ഇത് ബാർസന്റെ ചാമ്പ്യൻസ് ലീഗ് ട്രഡിഷൻ അതാ. എങ്ങനെയായാലും മുന്നേ വന്ന ഒരു പ്ലെയേഴ്സ് വന്നിട്ട് ഒരു ഗോൾ അടിച്ചിട്ട് ആ കളി തോക്കുവാണെങ്കിൽ ഗോൾ അടിക്കും എന്തായാലും ഫെറാൻ ടോറസ്. കാരണം ബാർസ എന്ന് തോക്കുവാണെങ്കിൽ എന്തായാലും ഫെറാൻ ടോറസ് ഗോൾ അടിക്കും. അത് നമുക്ക് 100%, 100% ഒരു 90% ഉറപ്പാണ്. ബിക്കോസ് അങ്ങനെയാണ് ഈ ഫിക്സറിന്റെ പോക്ക് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. സ്പോർട്ടിങ് പിന്നെ എവയാണ്. പക്ഷേ സ്പോർട്ടിങ് കഴിഞ്ഞ 2 സീസണിലായിട്ട് പോർച്ചുഗീസ് ലീഗിൽ നല്ല പെർഫോമൻസ് ഇട്ട ടീമാണ്. കഴിഞ്ഞ മുമ്പത്തെ സീസണിൽ അവർ ചാമ്പ്യൻസ് ആയിരുന്നു. കഴിഞ്ഞ സീസണിൽ സ്പോർട്ടിങ് ആണോ അതോ പോർട്ടോ ആണോ ജയിച്ചതെന്ന് എനിക്കൊരു സംശയമുണ്ട്. സോ അവരും നല്ല ടീം തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ സ്പോർട്ടിങ് തന്നെയാണ് തോന്നി ജയിച്ചത്. അതിന് മുമ്പത്തെ സീസണിൽ സ്പോർട്ടിങ് തന്നെയാണ് ജയിച്ചത്. ആൻഡ് ആ കളി എവേ ഗെയിം ആയതുകൊണ്ടും സ്പോർട്ടിങ് നല്ലൊരു ടീം, ഇപ്പോൾ കറൻ്റ്ലി നല്ലൊരു ടീമാണ്. സോ അതും ഒരു ടഫ് ഗെയിം എന്ന് പറഞ്ഞാൽ ബാർസന്റെ ടോപ്പ് 2 ടഫ് ഗെയിംസിൽ വരുന്നില്ല. ബാർസന്റെ ടോപ്പ് 2 ടഫ് ഗെയിംസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് 1 PSG എവേയും 2 ഗലറ്റാസറേ എവേയും ആണ്. ഗലറ്റാസറേ എവേ കളിക്കുമെന്ന് പറഞ്ഞാൽ ആ ഹോസ്റ്റൽ എൻവയോൺമെന്റിൽ കളിക്കലാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ സ്റ്റേഡിയത്തിൽ ആരും കളിക്കാൻ ആഗ്രഹിക്കാത്തൊരു സ്റ്റേഡിയം അത് ഗലറ്റാസറേന്റെ സ്റ്റേഡിയം. ആ അറ്റ്മോസ്ഫിയർ. അല്ലാണ്ട് ഗലറ്റാസറേ എന്നുള്ള ടീമിനല്ല ഞാൻ പറയുന്നത്. ഗലറ്റാസറേ ഇപ്പം കഴിഞ്ഞ സീസണിൽ തുർക്കിഷ് ലീഗ് അടിച്ചിട്ടുണ്ട്. തുർക്കിഷ് ലീഗ് അവരാണോ അടിച്ചത്, അത് തുർക്കിഷ് സൂപ്പർ കപ്പാണോ അടിച്ചതെന്ന് അറിയില്ല, കറക്റ്റ് ഓർമ്മയില്ല. സോ ഇപ്പൊ അവര് റാഫേലിയ അവനെ സൈൻ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് അത് നടന്നു കഴിഞ്ഞാൽ കുറച്ച് സീനായിരിക്കും. ആൻഡ് ഓൾസോ തുർക്കിഷ് ലീഗ് ഇപ്പം നല്ല നല്ല പ്ലെയേഴ്സിനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സെറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു ലീഗാണ്. കാരണം യൂറോപ്പിൽ ഓൾമോസ്റ്റ് കിട്ടാവുന്ന ആദ്യമൊക്കെ വെടി തീർന്ന പ്ലെയേഴ്സിനെ കൊണ്ടുപോയിട്ട് സെറ്റായിക്കൊണ്ടിരുന്ന ലീഗായിരുന്നു തുർക്കിഷ് ലീഗ്. ബട്ട് തുർക്കിഷ് ലീഗ് ഇപ്പോൾ കറന്റ് നല്ല അതായത് കുറച്ച് മോശമില്ലാത്ത നല്ല പ്ലെയേഴ്സിനെ, ഒരു ഗുഡ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന പ്ലെയേഴ്സിനെ അവർക്ക് പുള്ള് ചെയ്യാൻ പറ്റുന്നുണ്ട് തുർക്കിഷ് ലീഗിലേക്ക്. സോ വിക്ടർ ഒസിമെനും ഇവരൊക്കെ കളിക്കുന്ന ലീഗാണ് ടർക്കിഷ് ലീഗ്. ആൻഡ് ഗലറ്റാസറൈൻ്റെ അവേ ഗെയിം വൺ ഓഫ് ദ ടഫസ്റ്റ് ഗെയിംസ് ആയിരിക്കും ബാർസൊക്കെ. അതുപോലെ തന്നെയുള്ള അടുത്ത കളി പോർട്ട് 4 നമുക്ക് കിട്ടിയത് കോമോനും പിന്നെ സാബ, പുതിയ ടീമായിട്ടുള്ള ഉസ്ബെക്കിസ്ഥാനി സൈഡാന്ന് തോന്നുന്നു സാബ. ആൻഡ് ഇതിൽ കോമോനെയാണ് എനിക്ക് കുറച്ചും കൂടി പേടി. കോമോ പക്ഷെ ഹോം ഗെയിമാണ്. ബട്ട് കോമോ നല്ല രീതിയിൽ ആദ്യമായിട്ട് ചാമ്പ്യൻസ് ലീഗ് കളിക്കുന്ന ടീമാണ്. നല്ല രീതിയിൽ സെസ് ഫാബ്രിക്കേഴ്സ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ടീമാണ്. ആൻഡ് ലൈക്ക് അവരെ കഴിഞ്ഞൊരു 3 സീസണിൽ അവരെ ഒരു ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മുകളിലോട്ട് മാത്രം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അതായത് ഫുട്ബോൾ വൈസ് ആയാലും ഇതായാലും ഒരു ചെറിയ ക്ലബിനെ എടുത്ത് പണിത് കൊണ്ടുവന്ന് സിറിയ എയിലിട്ട് ആ സിറിയ എയിൽ നിന്ന് പണിത് കൊണ്ടുവരുന്ന ഒരു ടീമാണ് കോമോ. സോ ആ കോമോനെയും കുറച്ച് സീനായിരിക്കും. സെസ് ഫാബ്രിക്കേഴ്സ് ഒരു ഗുഡ് കോച്ചാണ്, സത്യം പറയാൻ നല്ലൊരു കോച്ചാണ്. പക്ഷെ ഹോം ഗെയിം ആയതുകൊണ്ട് ബാർസക്ക് അടിക്കാൻ പറ്റുന്ന ഒരു ടീമേ ഉള്ളൂ കോമോ. ബട്ട് ദെൻ ഓൾസോ അതൊരു കമ്പാരിറ്റീവ്ലി ഒരു മോശമില്ലാത്ത ഗെയിമാണ്. അപ്പോൾ ഇതിൽ ഈ ബാർസലോണൻ്റെ 8 കളിയിൽ ബാർസക്ക് ഒരു റിലാക്സ്ഡ് ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു കളി സാബ എന്ന് പറഞ്ഞൊരു ടീമിനെതിരെ. അത് എവേയാണ്. അത് കുറേ ലോങ് ട്രിപ്പ് പോകേണ്ടി വരും. മോസ്റ്റ് പ്രോബബ്ലി അത് യൂറോപ്യൻ ടൈം ഒരു 6 മണിക്കൊക്കെ വരേണ്ട കളിയാണ്. കാരണം അത് ഉസ്ബെക്കിസ്ഥാനിൽ നടക്കുന്നതുകൊണ്ട് നേരത്തെ ആയിരിക്കും ആ കളി ഉണ്ടാവുക. ആൻഡ് സാബേനെ ആയിട്ട് മാത്രമാണ് ഇതിലൊരു കുറച്ചൊരു ലൂസായിട്ടുള്ള ഫിക്ചർ പറയാൻ പറ്റുള്ളൂ. ബട്ട് സാബയും അത്യാവശ്യം മോശമില്ലാത്ത ടീമാണ്. കഴിഞ്ഞ
ആദ്യമായിട്ടാണ് അവരിപ്പോൾ ചാമ്പ്യൻസ് ലീഗിന് ക്വാളിഫിക്കേഷൻ നേടിയിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് മിനിറ്റ് ഒരു വിന്നർ അടിച്ചിട്ടാണ് അവർ സാബ ഇപ്രാവശ്യം ചാമ്പ്യൻസ് ലീഗിലേക്ക് വന്നിട്ടുള്ളത്. സോ സാബാനായിട്ട് മാത്രമാണ് ബാർസലോണയ്ക്ക് ഒരു റിലാക്സിങ് ആയിട്ട് കളിക്കാൻ പറ്റുന്നുള്ള ഫിക്സറുള്ളൂ. പക്ഷേ ഈ കളികളൊക്കെ എങ്ങനെ വരും എന്നുള്ളതായിരിക്കും ഈ ഫിക്സറിനെ ഏറ്റവും കൂടുതൽ ടഫാക്കുന്നത്. മീൻസ് ഈ UEFA ഒരു പരിപാടിയുണ്ട്, ഈ ചാമ്പ്യൻസ് ലീഗിന്റെ ഈ ഇമ്പോർട്ടന്റ് മാച്ച്, അതായത് ഈ എൽ ക്ലാസിക്കോ ഒക്ടോബറിൽ ഉണ്ടാവുമല്ലോ. ഒരു ഒക്ടോബർ 25 തൊട്ടിട്ട് 28 വരെ ഉള്ളിൽ എന്തായാലും ഒരു എൽ ക്ലാസിക്കോ ഉണ്ടാവും ആ ലാലിഗയിലെ. ആ ലാലിഗ എൽ ക്ലാസിക്കോന്റെ ഒരു 3 ദിവസം കഴിഞ്ഞിട്ടോ അതിന് 3 ദിവസം മുമ്പോ കൊണ്ടായിട്ട് ഒരു പട്ടക്കം ഫിക്സർ അങ്ങ് വെച്ചു കൊടുക്കും. ഈ ചിലപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിനായിട്ടായിരിക്കും, ചിലപ്പോൾ PSG-നായിട്ടായിരിക്കും, ചിലപ്പോൾ ഗാലറ്റാസറായിട്ടായിരിക്കും. ഒരു വലിയ കളിയും കൊണ്ടായിട്ട് വെച്ചു കൊടുക്കും. എനിക്ക് മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നു PSG-നായിട്ടുള്ള കളി ആ വീക്കിൽ തന്നെ, ഈ 2 കളി ഒരു വീക്കിൽ തന്നെ കൊണ്ടായിരിക്കും. അങ്ങനത്തെ പരിപാടികളുണ്ട്. ഈ കളികൾ എപ്പോൾ വരുന്നു എന്നുള്ളത് ഒരു ഫാക്ടറാണ് ഈ ഫിക്സ്ചറിൽ. അതിൽ പ്ലേയേഴ്സ് ഇപ്പോൾ ജനുവരി ആ സമയത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറേ പ്ലേയേഴ്സ് ഇഞ്ചേർഡ് ആയിരിക്കും. കുറേ അല്ലെങ്കിൽ 1-2 പ്ലേയേഴ്സ്, ലോങ് സീസൺ ആകുമ്പോൾ 2-3 പ്ലേയേഴ്സ് ഒക്കെ ഇഞ്ചേർഡ് ആയിരിക്കും, പ്രത്യേകിച്ച് ബാർസലോണ പോലത്തെ ടീമിൽ. കാരണം പല കോമ്പറ്റീഷൻ, കോപ്പ ഡെൽ റേ, പിന്നെ മറ്റേത് മറിച്ചത് മാങ്ങാത്തൊലി എല്ലാം കളിക്കുന്ന, സൂപ്പർ കപ്പ് എല്ലാം കളിക്കുന്ന ടീമല്ലേ. അപ്പോൾ ആ ലെവലിൽ നോക്കുമ്പോൾ ഇത് ഈ ഫിക്സറിന്റെ ഇത് തീരുമാനിക്കുന്നത്, അതായത് ബാർസലോണ ടീമിന്റെ പ്ലേയേഴ്സിന്റെ അവൈലബിലിറ്റി അനുസരിച്ചിരിക്കും ഈ ഫിക്സറിൽ എങ്ങനെ ബാർസ മുന്നോട്ട് പോകുന്നു. അതേപോലെ ഈ കളികൾ വരുന്ന ടൈം ലൈൻ, ഈ കളികളൊക്കെ ഏത് സമയത്താണോ വരുന്നത് ആ ടൈം ലൈൻ അനുസരിച്ചിരിക്കും ഈ ഫിക്സറിന്റെ ഇത്. പക്ഷെ എനിക്ക് മോസ്റ്റ് പ്രോബബിൾ എനിക്ക് തോന്നുന്നത് PSG ബാർസ, ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. PSG ബാർസ ആ ഒരു എൽ ക്ലാസിക്കോ വീക്കെൻഡ് തന്നെ ആയിരിക്കും, ഈ വീക്കിൽ തന്നെ ആയിരിക്കും വരേണ്ട ചാൻസ് ഞാൻ കാണുന്നുണ്ട്. സോ ഇതൊക്കെയാണ് ബാർസന്റെ ഇത്. ആൻഡ് ഐ തിങ്ക് രണ്ടാമത് നമ്മൾ റയലിന്റെ നോക്കുവാണെങ്കിൽ, റയലിന് കിട്ടിയിട്ടുള്ളത് കുറെ കാലത്തിന് ശേഷം റയലിന് ഒരു ഈസി ലൈനപ്പ് ചാമ്പ്യൻസ് ലീഗ് ഡ്രോയിൽ ഞാൻ കണ്ടു. ഇന്റർ, ആർസണൽ, PSV, റോമ, ലൈപ്സിക്, ഷക്തർ, ലാസ്ക് ആൻഡ് ഏതൻസ്. ഇതിൽ ഇന്ററാണ് പോർട്ട് 1-ൽ ഏറ്റവും വീക്കായിട്ടുള്ള ടീം എനിക്ക് തോന്നുന്നു പോർട്ട് 1-ൽ. ആൻഡ് ആർസണൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടീംസ് ഇൻ യൂറോപ്പ് ആണ്. സോ അത് റയൽ മാഡ്രിഡ് ഒരു റിയൽ ടെസ്റ്റ് ആയിരിക്കും. ആ കളി ഒരു പട്ടക്കം കളിയായിരിക്കും, റയൽ മാഡ്രിഡ് വേഴ്സസ് ആർസണൽ. ആൻഡ് PSG-യും കഴിഞ്ഞ സീസണിൽ മാർച്ചിൽ ഇതേപോലെ ഡച്ച് ലീഗായ എർഡിവിസെ മാർച്ചിൽ അടിച്ചിട്ടുള്ള ടീമാണ് PSV. സോ അത്രയും നേരത്തെ ചാമ്പ്യൻഷിപ്പ് ജയിച്ച ഒരു ടീമാണ് PSV. നല്ല ക്വാളിറ്റിയുള്ള സൈഡ് തന്നെയാണ്. പക്ഷെ പോർട്ട് 2 അവർക്ക് കിട്ടിയ 2 ടീമും മോശമില്ലാത്ത ടീമാണ്. ബട്ട് റോമ, ഗാസ്പറിനി ആണ് ഇപ്പോൾ റോമേൻ്റെ കോച്ച്. സോ അതിൽ കുറച്ച് പാട് വരണം. ബട്ട് റയൽ മാഡ്രിഡിന്റെ ക്വാളിറ്റി വെച്ച് ഈ ടീമുകളെല്ലാം പുഷ്പം പോലെ അടിക്കാൻ പറ്റും. ആർസണലിനെ ആയിട്ടായിരിക്കും ഞാൻ ഒരു കോമ്പറ്റീഷൻ കാണുന്നത്. ഇന്ററിനെ പൊട്ടിക്കുന്ന എനിക്ക് 100% ഉറപ്പാണ്. പ്രത്യേകിച്ച് അത് ഹോം ഗെയിമാണ് ഇന്റർനെറ്റ്. ആൻഡ് ആർസണൽ എവയാണ്, അതുകൊണ്ട് ആ കളി കുറച്ച് ടഫ് ആവുന്നുണ്ട്. പിന്നെ ലൈപ്സിക്കിനൊക്കെ റയൽ മാഡ്രിഡ് ഈസി ആയിട്ട് അടിക്കാം. ബാക്കിയുള്ള ടീമുകൾ ലൈപ്സിക്, ഷക്തർ, ലാസ്ക്, ഏതൻസ്, ഈ ടീമുകളൊക്കെ റയൽ മാഡ്രിഡ് ഈസി ആയിട്ട് അടിക്കാം. ഷക്തർ വേഴ്സസ് റയൽ മാഡ്രിഡ് പണ്ടൊക്കെ സ്ഥിരം കണ്ടുകൊണ്ടിരുന്നൊരു കളിയാണ്. ഇപ്പോൾ റയറായിട്ട് ഈ കളി കുറേ കാലത്തിന് ശേഷം ഷക്തർ ഇപ്പം ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാൻ വന്നതുകൊണ്ട് വീണ്ടും അതേ കളി നമുക്ക് കാണാൻ പറ്റി. ആൻഡ് ഐ തിങ്ക് കമ്പാരിറ്റീവ്ലി റയൽ മാഡ്രിഡ് കുറച്ചും കൂടി ഒരു ഈസി ലൈനപ്പാണ്. ആൻഡ് ഈ ലൈനപ്പ് കിട്ടിയിട്ട് റയൽ മാഡ്രിഡ് കാരണം 2 സീസണിൽ ടോപ്പ് 8 ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ട്, ഇത് കിട്ടിയിട്ട് റയൽ മാഡ്രിഡ് ടോപ്പ് 8 ഫിനിഷ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല വച്ചാനെ. പിന്നെ ബാർസലോണക്ക് ടോപ്പ് 8 ഫിനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മുഷ്കിലാണ്. ടോപ്പ് 8 ഫിനിഷ് ചെയ്താൽ ക്വാളിറ്റി ഉണ്ട് ടീമിന്, പക്ഷെ നല്ല പണിയെടുക്കേണ്ടി വരും ബാർസലോണ, എന്നാലേ ടോപ്പ് 8 ഫിനിഷ് ചെയ്യാൻ പറ്റും. മുഷ്കിലാണ്. അതേപോലെ പോർട്ട് 1-ലുള്ള ടീമുകളിൽ ഏറ്റവും ടഫസ്റ്റ് ഡ്രോ കിട്ടിയിട്ടുള്ള എനിക്ക് തോന്നുന്നത് ആർസണലാണ് പോർട്ട് 1-ൽ. കാരണം ആർസണൽ കിട്ടിയ ടീമുകൾ പോർട്ട് 1-ന്ന് റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും, പോർട്ട് 2-ന്ന് ഡോട്ട്മുണ്ട്, റയൽ ബെറ്റിസ്, പോർട്ട് 3-ന്ന് ലില്ലെ, നപ്പോളി, പോർട്ട് 4-ന്ന് സ്ലാവിയ പ്രാഗും സാബയും. സോ ഇതിൽ സാബ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നല്ല ടീമുകളാണ്. സാബ നല്ല ടീമല്ല എന്ന് പറയുന്നത്. സാബ ഇപ്പം കറൻ്റ്ലി ഒരു എനിക്ക് സാബിനെ പറ്റി അറിയില്ല, പക്ഷെ എന്നാലും പുതിയതായിട്ട് കളിക്കുന്ന ഒരു ടീമാകുമ്പോൾ
കുറച്ച് നമുക്ക് ലൈക്ക് ടീമിന്റെ ഇതുണ്ടാവല്ലോ, സ്ക്വാഡ് വാല്യൂസ്, അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സാബ വളരെ ചെറിയ ടീമാണ്. എന്നാലും ബാക്കി 7 ടീം എടുത്താലും ആർസണലിൽ ഇതേപോലെ ടൈറ്റ് കളിയാണ് ആർസണലിൽ. റയൽ മാഡ്രിഡ്, ബയേൺ, ഡോട്ട്മണ്ട്, നാപ്പോളി, ലില്ലി, പിന്നെ ബെറ്റിസ് എല്ലാം ടോപ്പ് കളികളാണ്. സോ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത് ആർസണലാണ് പോർട്ട് 1 ഏറ്റവും ടഫസ്റ്റ് ഡ്രോ കിട്ടിയിട്ടുള്ളത്. ആൻഡ് നമ്മളിപ്പോൾ എൻറ്റയർ ഇതെടുത്ത് നോക്കുവാണെങ്കിൽ എൻറ്റയർ ചാമ്പ്യൻസ് ലീഗ് ഡ്രോയിൽ ഏറ്റവും ടഫസ്റ്റ് ഡ്രോ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കിട്ടിയ ആ അത്രയും ടഫസ്റ്റ് ഡ്രോ വേറൊരു ടീമിന് കിട്ടിയില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട്, ടീമിന്റെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫ് ഡ്രോ ആണ്. അതിനുള്ള മെയിൻ റീസൺ അവർ പോർട്ട് 2 പെട്ടുപോയതാണ്. ആൻഡ് പോർട്ട് 1 അവർക്ക് കിട്ടിയിട്ടുള്ള ബയേണും അത്ലറ്റിക്കോ ആണ്. പോർട്ട് 2 റോമയും സ്പോർട്ടിങ്ങും രണ്ടും മോശമില്ലാത്ത ടീമുകളാണ്. പോർട്ട് 3 ലൈപ്സിക്കും വിലറിയാലും. ആൻഡ് പോർട്ട് 4 കോമോയും സാബയും. ഈ സോ എനിക്ക് ശരിക്കും ഞാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എവിടെ ഫിനിഷ് ചെയ്യുന്നുള്ള ഇതാണ്. കാരണം അവർ കറൻ്റ്ലി അവരെ സ്ക്വാഡ് പ്രീമിയർ ലീഗിലെ അവർ ആദ്യത്തെ കളിയും ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതവർക്ക് ഒരു ഈസി ഡ്രോ ആണ്. കാരണം എല്ലാം നല്ല ഒരു ആവറേജിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കറണ്ട് സിറ്റുവേഷൻ വെച്ചിട്ട് എല്ലാവർക്കും നല്ല ടഫ് കളികൾ തന്നെയാണ്. കാരണം എല്ലാം നല്ല സ്ക്വാഡുകളാണ് ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ടീമുകൾ. സോ ഐ പേഴ്സണൽ തിങ്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ് ഏറ്റവും ടഫസ്റ്റ്. കാരണം അവർ ഈ പോർട്ട് 2 പെട്ടുപോയത് കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് അവർ ഫേസ് ചെയ്യുന്ന ടീമല്ല. ബട്ട് പോർട്ട് 1 നോക്കുവാണെങ്കിൽ ആർസണലിന് ടഫ് ഡ്രോ ആണ്. സെക്കൻഡ് വരുന്ന ബാർസ, പിന്നെ അതുപോലെ ഇവർ സിറ്റിക്കും അത്യാവശ്യം ടഫ് ഡ്രോ ആണ്. അത്ലറ്റിക്കോനും ടഫാണ്. തേർഡ് അത്ലറ്റിക്കോ വന്നിട്ട്, ഫോർത്ത് സിറ്റി, പിന്നെ അതേപോലെ PSG-ക്കും മോശമില്ലാത്ത ഡ്രോ ആണ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. ആൻഡ് ബാഴ്സലോണക്കൊക്കെ ടോപ്പ് 8 ഫിനിഷ് ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ട്. പക്ഷേ റയൽ മാഡ്രിഡിന് ഇനി വർത്താനമില്ല. ഈ സീസണിൽ ടോപ്പ് 8 ഫിനിഷ് ചെയ്താൽ പറ്റും. കാരണം അത്രയും കുറച്ചും കൂടി ഈ കഴിഞ്ഞ 2 സീസണെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നല്ല ഈസി ആയിട്ടുള്ള ഗ്രൂപ്പ് ഫേസാണ് കിട്ടിയിട്ടുള്ളത്. സോ അവർക്ക് ഒരു ഇതില്ല, നോൺ നെഗോഷ്യബിൾ ആണ് ടോപ്പ് 8 റയൽ മാഡ്രിഡിന്. സോ നിങ്ങൾ ആരെയാണ് ടോപ്പ് 8 പ്രതീക്ഷിക്കുന്നതെല്ലാം കമൻറ്റ് ചെയ്യുക. ആൻഡ് like the video, subscribe to the channel, and let me know your thoughts in the comments, and see you in another video. Bye.